നമസ്കാരം. നമ്മൾ വരിക വരിക സഖി എന്ന പദത്തിലെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്, അനുപല്ലവിയിലേക്ക്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു. എന്തുവാൻ ചൊന്നതവൻ എന്തായിരുന്നു ഭാവം എന്നുള്ള ഭാഗമാണ്. അമ്മ ഈ മോഹിനിയാട്ടത്തിന് വേണ്ടി പല സംഭാവനകളും ചെയ്തതിൻ്റെ കൂടെ അതിലുള്ള ഒരു ഇതാണ് ഈ ചാരികൾ എന്ന് പറയുന്നത്. അത് നാട്യശാസ്ത്രത്തിലുള്ള മാതിരി ഉള്ള ചാരികളല്ല. നാട്യശാസ്ത്രത്തിൽ ആകാശചാരിയും ഭൂമിചാരിയും അങ്ങനെയാണ് ചാരികൾ, അങ്ങനെയാണ് കുറേ എന്നുള്ളത്. പക്ഷെ അമ്മ ഉദ്ദേശിച്ചത് ചരിക്കുക എന്നുള്ളത്. നമ്മൾ നൃത്തം ചെയ്യണതിൻ്റെ ഇടയിൽ സൈഡുകളിലേക്ക് മുന്നോട്ട് പിറകോട്ടേക്ക് കോർണറുകളിലേക്കൊക്കെ ചരിക്കുന്ന, അങ്ങനെ ചരിച്ചു കൊണ്ടുപോകും. അതിനുള്ളതാണ് ചാരി എന്ന് അമ്മ പേരിട്ടത്. അത് 13 ചാരികളാണ് അമ്മ ഉണ്ടാക്കിയത്. അതിന് അനുയോജ്യമായ പേര് കൊടുത്തൊരു ചെറിയ ശ്ലോകത്തിലൊക്കെ ആക്കിയത് ഞാനാണ്. അപ്പോൾ ആ ശ്ലോകം ഇങ്ങനെ തുടങ്ങുന്നത്: വലയം നമിത നത തഥ ദക്ഷിണ പാർശ്വ വലയം, പിന്നെ നമിത, അത് കഴിഞ്ഞ് നത, പിന്നെ ദക്ഷിണ പാർശ്വ. അത് 4ാമത്തേതാണ് ദക്ഷിണ പാർശ്വ. ആ ദക്ഷിണ പാർശ്വ എന്ന ചാരിയാണ് ഇപ്പം ആദ്യം നമ്മൾ ഈ എന്തുവാൻ ചൊന്നതവൻ എന്നത് തുടങ്ങുമ്പോൾ ആദ്യം അതെടുത്തിട്ടാണ് പറകിലേക്ക് പോകും. ശരീരത്തിൻ്റെ വലതു ഭാഗത്തിനെ ദക്ഷിണ ഭാഗം എന്ന്, ഇടത് ഭാഗത്തിനെ വാമഭാഗം എന്നുമാണല്ലോ പറയുക. അപ്പം ഞാൻ ഈ ദക്ഷിണ ചാരിന്ന് ഇതിന് പേര് കൊടുക്കാൻ കാരണം വലത് കൈയാണ് ഈ മുകളിലേക്ക്, ഈ വലത് കൈ ഇങ്ങനെ അരമടക്കിൽ അർദ്ധചന്ദ്ര മുദ്ര പിടിച്ചിട്ട് ശിരസിനെ നേരെയിട്ട് ഇങ്ങനെ ആ ലെവലിലാണ് വലത്തെ കൈ പോവുക. ഇടത്തെ കൈ മുക്കാൽ മടക്കിൽ ഹംസാസ്യം പിടിച്ചിട്ടാണ്. എന്നിട്ട് ഈ അർദ്ധചന്ദ്രം ഹംസാസ്യത്തിലേക്കും ഹംസാസ്യം അർദ്ധചന്ദ്രത്തിലേക്കും പോകും. അതിങ്ങനെ ചുവടുകൾ വെച്ചുകൊണ്ട്, അത് ധന്യ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചുവടുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ പിറകോട്ടേക്ക് 2 സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടാണ് പോണത്. അപ്പം അതാണ് ആദ്യം എടുക്കുന്നത്. എന്തുവാൻ ചൊന്നതവൻ എന്തായിരുന്നു ഭാവം എന്നുള്ളതിന് ആ ചാരിയാണ് എടുത്ത് ബാക്കിലേക്ക് പോണത്. പിന്നീട് ഹസ്തങ്ങളും അതിൻ്റെ അഭിനയങ്ങളുമാണ് പിന്നീട് വരുന്നത്. അത് ആകെ 2 വരിയാണ് ആദ്യത്തേൽ വരുന്നത്. എന്തുവാൻ ചൊന്നത് അവൻ എന്തായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭാവം, ഇതാണ് ആദ്യം. അപ്പോൾ ഇതിൽ ഈ ഭാവം എന്നുള്ളതും ഗ്രാമ്യം തന്നെയാണ്, ഗ്രാമ്യഹസ്തമാണത്. ഞാൻ ഹസ്തങ്ങളെ പറ്റിയുള്ള റിസർച്ച് നടത്തിയപ്പം നമ്മുടെ കേരള കലാലയത്തിൻ്റെ മോഹിനിയാട്ടത്തിലൂടെ എന്നുള്ള ആ ചാനലിൽ ഞാൻ ഹസ്തങ്ങളെ പറ്റി പറയുമ്പം ഈ ഗ്രാമ്യഹസ്തത്തിനെ പറ്റിയും താന്ത്രിക ഹസ്തത്തിനെ പറ്റിയും എല്ലാം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഭാവം എന്നുള്ളത് വന്നിട്ടുണ്ട്. എൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ടുള്ള ഇത് ഹസ്തപ്രയോഗങ്ങൾ കംപ്ലീറ്റ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വെറുതെ 2 സ്റ്റെപ്പ് അങ്ങനെ ഉള്ളേ ഉള്ളൂ. അത് അങ്ങനെ വലിയ കാര്യമായിട്ട് സ്റ്റെപ്പുകളൊന്നുമില്ല. അത് ഇവിടെ ധന്യ അത് ചെയ്യുമ്പോൾ ആ ഹസ്തങ്ങളോടുകൂടി ആ ചലനങ്ങളും സ്റ്റെപ്പുകളെല്ലാം വളരെ വിവരിച്ച് പറഞ്ഞു തരും. ഇവിടെ എന്തുവാൻ ചൊന്നതവൻ, അതാണ് എന്തുവാൻ ചൊന്നത് അവൻ. പിന്നെ സ്വയം ആലോചിക്കുക, എന്തായിരുന്നിരിക്കും. ഈ ഭാവം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ ഭാവമാണ്. അപ്പം നമ്മൾക്ക് ആ ഭഗവാനോടുള്ള സ്നേഹം മുഴുവൻ ആ ഭഗവാന്റെ മുഖത്തെ ആ ഭാവം എന്നുള്ളത് അവിടെ ആ സ്നേഹം കൊണ്ടുവരണം. എന്തുവാൻ ചൊന്നതവൻ എന്തായിരുന്നു ഭാവം. പിന്നെ ഇതേ ഹസ്തം തന്നെയാണ്, ഇതേ പ്രയോഗം തന്നെയാണ് നമ്മൾ വരിക വരിക സഖിയിലെ പ്രിയനോടൻ സന്ദേശം എന്നുള്ള ഇങ്ങനെ എസ് ആയിട്ട് നടന്നുപോയി. അപ്പം അത് തന്നെയാണ് ഇവിടെ അതേമാതിരി നടക്കുകയാണ്. എന്തുവാൻ ചൊന്നതവൻ എന്തായിരുന്നു ഭാവം എന്നുള്ളത് ഇതേമാതിരിയാണ്, ഇതേ ഹസ്തങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമുക്ക് ഇത്രയും സംഗതി ഇപ്പം ആദ്യം ധന്യ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ധന്യ ചെയ്യട്ടെ. ഇത് ദക്ഷിണപാർശ്വ ചാരി എടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങുക. ഇനി ഈ ദക്ഷിണപാർശ്വ ചാരി എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം.
അത് ആദ്യമേ തന്നെ എൻ്റെ ചുവടുകൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ അരമണ്ഡലം നല്ലപോലെ താന്ന് നിന്നിട്ട് 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ ബാക്കിലേക്ക് നമ്മൾ ഇറങ്ങുക ചെയ്യാം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് കയ്യിൽ ഹംസാസ്യം, മറ്റേ കയ്യിൽ അർദ്ധേന്ദ്രമാണ് വരിക. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മുദ്രകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മൂവ്മെൻറ്റിനനുസരിച്ച് മുദ്രകൾ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പം വന്നില്ല. അപ്പൊ കണ്ട ഇങ്ങനെ 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 ഈ സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞ് വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും കഴുത്തിളക്കും, നടുക്ക് വരുമ്പോൾ കഴുത്തിളക്കണം. അപ്പം ഇങ്ങനെ പോവുക, നേരെ വരിക, കഴുത്തിളക്കുക. അപ്പം ഇനി പതുക്കെ ഇനി ഇപ്പം നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങി വന്നു. ഇനി ഇവിടുന്ന് ഇനി പതുക്കെ 1 2 1 2 സ്റ്റെപ്പിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തേന് സഖിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തുവാന്ന് ചോദിക്കുന്നത്. കണ്ടോ? അപ്പൊ എല്ലാം 1 2 1 2 1 2 അവിടെ തന്നെ നിന്നത്. ഇനി നമ്മളിനി ഇതിന്റെ നെക്സ്റ്റ് എടുക്കുമ്പോൾ മൂവ് ചെയ്തെടുക്കണം. അപ്പോൾ 1 2 ഇങ്ങനെ എസ് പോലെ നടന്നു പോകണം എന്ന് ടീച്ചർ പറഞ്ഞില്ല. അപ്പൊ അതങ്ങനെ സഖിയുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഓരോ പ്രാവശ്യം ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തേന് 1 2 1 2 മാത്രം. അത് ബാക്കിലേക്ക് ഇറങ്ങാം. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിലോട്ട് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അമ്മ നമുക്ക് ഇപ്പോൾ ഓണമല്ലേ വരുന്നത്. അപ്പം എൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.